ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 71. കത്തോലിക്ക സഭയുടെ മതബോധനം 1090. അതിന്റെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. ബാക്കി നമുക്ക് ഇപ്പോൾ കേൾക്കാം. ആ ഖണ്ഡിക നമുക്കൊന്ന് ആദ്യം കേൾക്കാം. ദിവ്യ കൂടാരത്തിന്റെയും വിശുദ്ധ മന്ദിരത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൻ എന്ന നിലയിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് എവിടെയാണോ ആ വിശുദ്ധ നഗരമായ യെറൂസലേമിലേക്ക് തീർത്ഥാടകരായി യാത്ര ചെയ്യുന്ന നാം അവിടെ നടക്കുന്ന സ്വർഗീയ ലിറ്റർജിയുടെ മുൻകൂട്ടിയുള്ള രുചിയായി ഇപ്പോഴേ പങ്കുചേരുകയാണ് ഭൗമിക ലിറ്റർജിയിൽ. സ്വർഗീയ സൈന്യത്തിന്റെ സകല പോരാളികളുമൊത്ത് കർത്താവിന് നാം മഹത്വത്തിന്റെ കീർത്തനം ആലപിക്കുന്നു. വിശുദ്ധരുടെ ഓർമ്മ വണങ്ങുന്നതിലൂടെ അവരോടുള്ള കൂട്ടായ്മയിൽ ഒരു പങ്ക് ലഭിക്കുമെന്ന് നാം പ്രത്യാശിക്കുന്നു. നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തു, നമ്മുടെ ജീവൻ തന്നെയായ അവൻ പ്രത്യക്ഷപ്പെടുകയും നാം അവനോടൊപ്പം തേജസ്സിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് വരെ നാം സർവാത്മന അവന് വേണ്ടി കാത്തിരിക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിക്കുകയാണ്. ഇൻ ദ earthly liturgy we share in a foretaste of that heavenly liturgy which is celebrated in the holy city of Jerusalem, toward which we journey as pilgrims, where Christ is sitting at the right hand of God, minister of the sanctuary and of the tabernacle. With all the warriors of the heavenly army, we sing a hymn of glory to the Lord. Venerating the memory of the saints, we hope for some part and fellowship with them. We eagerly await the Savior, our Lord Jesus Christ, until He, our life, shall appear, and we too will appear with Him in glory. ഇത് സാക്രോസങ്ക്ടം കൊഞ്ചീലിയം എന്ന് പറയുന്ന രണ്ടാമത്തെ സൂനോദോസിലെ രേഖയിലെ 8ാമത്തെ ഖണ്ഡം അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ലൂമൻ ജൻസീം എന്ന് പറയുന്ന രേഖയിൽ 50ാമത്തെ ഖണ്ഡികയിലും ഈ ആശയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പകുതി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. നമ്മളിപ്പോൾ 4 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പാരഗ്രാഫിലുള്ളത്. ഒന്ന്, ക്രിസ്തുവിന്റെ റോള് എന്താണ്? അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16:17. നമ്മൾ അപ്പസ്തോല നടപടി ഇങ്ങനെ 1ാമത്തെ അധ്യായം തൊട്ട് വായിച്ച് പഠിച്ചു വരികയാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പത്രോസിന്റെ പെന്തക്കോസ്ത പ്രസംഗത്തിലും ഈ യേശു ദൈവപിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നു, അതിന്റെ പ്രസക്തി എന്തെന്നൊക്കെ. ആ ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നതാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ എന്നേക്കും ഇരിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം. കാരണം ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദാവീദിന്റെ കർത്താവുമാണ് ഈശോ മിശിഹ. അപ്പൊ അവൻ ദൈവപിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നതിനെയാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞല്ലോ, നിന്റെ മകൻ ദാവീദിന്റെ, അവന്റെ രാജാവ്, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായി പിതാവിന് കൊടുക്കും. ആ ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലത്തെ ഭാഗമാണ്. ദൈവത്തിന്റെ വലത്തെ ഭാഗമുണ്ടോ ഇടത്ത് ഭാഗമുണ്ടോ ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീഡിയോ കേട്ടാൽ പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നസ്രത്തുൽ യേശു എന്ന് പറഞ്ഞിട്ട് ബെനഡിക്ട് മാർപ്പാപ്പയുടെ 3 പുസ്തകങ്ങളുണ്ട്. മലയാളത്തിൽ അത് അവൈലബിൾ ആണ്. ഞാനത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ വാല്യങ്ങളിൽ അത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് 2ാമത്തെ വാല്യത്തിന്റെ അവസാന ഭാഗത്ത് ബെനഡിക്ട് മാർപ്പാപ്പ വളരെ വിശദമായിട്ട് യുക്തിഭദ്രമായും തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്താണ് വലത്ത് ഇടത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, അവനാണ് രാജാവ്. രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയുന്നത് ഈശോയാണ്. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് മാത്രമല്ല ഭരിക്കുന്നത്, ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ടാണ്. 2ാമത്തത്, അവൻ മഹാപുരോഹിതനാണ്. സ്വർഗീയ ലിറ്റർജിയുടെയും ഭൗമിക ലിറ്റർജിയുടെയും മഹാപുരോഹിതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. തോമസ് അക്വിനാസിന്റെ വാക്കുകൾ കോട്ട് ചെയ്തിട്ട് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ ദൈവമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണിത്. ഏക മധ്യസ്ഥൻ കർത്താവ് ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണിത്. പക്ഷെ ആ ഏക മധ്യസ്ഥൻ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പല പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 8ാമത്തെ അധ്യായത്തിലുണ്ട്, 5ാമത്തെ അധ്യായത്തിലുണ്ട്, 7ാമത്തെ അധ്യായത്തിലുണ്ട്. അപ്പോൾ ഏക മധ്യസ്ഥൻ എന്നുള്ളത് വിശുദ്ധരുടെ പ്രാർത്ഥന ഒഴിവാക്കാൻ വേണ്ടിയല്ല. ഏക സ്രഷ്ടാവ് എന്ന് ദൈവമാണ് സ്രഷ്ടാവ്, ഏക സ്രഷ്ടാവ്. പക്ഷെ അവൻ ഇന്ന് സൃഷ്ടിക്കുന്നത്, മനുഷ്യരെ സൃഷ്ടിക്കുന്നത് മാനുഷിക മാതാപിതാക്കളിലൂടെയാണ്. അവരുടെ സൃഷ്ടികർമ്മത്തിന്റെ റോൾ ഒട്ടും ഇകഴ്ത്തി കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഏക മഹാപുരോഹിതനാണ് യേശുക്രിസ്തു.
ആ യേശുക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് ആ യേശുക്രിസ്തുവിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ വചനം യേശുക്രിസ്തു പറഞ്ഞ തരത്തിൽ സഭ ഏൽപ്പിച്ച തരത്തിൽ പ്രഖ്യാപിക്കുന്നതിന് അവൻ തെരഞ്ഞെടുത്ത് അവന്റെ പൗരോഹിത്യത്തിന് ആത്മാവ് വിട്ടവരെയാണ് നമ്മൾ ശുശ്രൂഷ വൈദികർ, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത്. അവരെല്ലാം ശുശ്രൂഷകരാണ്. ഏക മഹാപുരോഹിതന്റെ ശുശ്രൂഷകരാണ് നമ്മൾ വൈദികർ എന്ന് വിളിക്കുന്ന സകല പുരോഹിതന്മാരും. അപ്പോൾ മഹാപുരോഹിതനായിട്ടാണ് അവൻ അവിടെ ഈ ദൈവപിതാവിന്റെ അടുത്ത്. അക്കാര്യം തന്നെയാണ് വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അറക്കപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. അത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപിതാവിനും 4 ജീവികൾക്കും ഇടയിലാണ്. 4 ജീവികൾ ഈ ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഏക പുരോഹിതൻ, മഹാപുരോഹിതൻ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും. ആ ഏക മഹാപുരോഹിതനായ ക്രിസ്തു ദിവ്യ ശുശ്രൂഷകൻ. അതാണ് ഈ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഈ ഖണ്ഡികത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലിറ്റർജിയുടെ ദിവ്യകൂടാരത്തിന്റെയും വിശുദ്ധ മന്ദിരത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൻ എന്ന നിലയിൽ. ദിവ്യ ശുശ്രൂഷകൻ ലെയ്തുർഗോസ് എന്നാണ് അതിന്റെ ഗ്രീക്ക്. ലെയ്തുർഗോസ്, അതിനാണ് ലിറ്റർജി. ദിവ്യ ശുശ്രൂഷയാണ് ലിറ്റർജി. ദൈവത്തിന് കൊടുക്കുന്ന ദിവ്യ ശുശ്രൂഷയാണ് ലിറ്റർജി. ദിവ്യ ശുശ്രൂഷകനാണ് ലെയ്തുർഗോസ്. അപ്പോൾ യേശുവാണ് ദിവ്യ ശുശ്രൂഷകൻ. ഞാൻ പറഞ്ഞല്ലോ, ഏക മഹാപുരോഹിതൻ എന്ന നിലയിൽ. അതാണ് ക്രിസ്തുവിന്റെ റോള്. ആ ക്രിസ്തുവിന്റെ റോളില് നിൽക്കാനായിട്ട് അവൻ പുരോഹിതന്മാരെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടേ ഏത് പുരോഹിതനും ദിവ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ ലിറ്റർജി അർപ്പിക്കാൻ പറ്റൂ. ക്രിസ്തു എന്ന ആളിൽ നിൽക്കണമെങ്കിൽ ചില വ്യവസ്ഥകൾ ക്രിസ്തു ഭരമേൽപ്പിച്ച സഭയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭ നിശ്ചയിക്കുന്ന തരത്തിൽ ചൊല്ലിയാലേ അത് കുർബാന ലിസിറ്റ് ആകൂ, നിയമാനുസൃതമാകൂ എന്ന് പറയുന്നത്. സഭയിലാണ് കുർബാന കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സഭ നിശ്ചയിച്ചിട്ടുണ്ട് കുർബാനയാകണമെങ്കിൽ ചില നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. കാരണം കർത്താവ് ഏൽപ്പിച്ചതാണ്. അതിൽ തോന്നിയ പോലെ കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ ഒന്നും കഴിയില്ല. അതിനെയാണ് നിയമാനുസൃത കുർബാന എന്ന് പറയുന്നത്. അതിപ്പം എറണാകുളത്തെ വിമത വൈദികർ അർപ്പിക്കുന്ന കുർബാന മാത്രമല്ല ഇല്ലിസിറ്റ്. സഭ നിശ്ചയിച്ച തരത്തിന് വ്യതിചലിച്ച് ചൊല്ലുന്ന ആരുടെ കുർബാനയും നിയമാനുസൃതമല്ല, ലിസിറ്റ് അല്ല. സഭ നിശ്ചയിച്ച തരത്തിൽ തന്നെ ചെയ്യണം. നമുക്കൊരു ഉദാഹരണം പറയും. നമുക്ക് ബൈബിളിൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്. നമുക്കത് മാറ്റാൻ പറ്റുമോ? ഇല്ല, മാറ്റാൻ പറ്റില്ല. അതിനെന്തോ അർത്ഥമുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും സഭ നിശ്ചയിച്ച തരത്തിൽ ചൊല്ലുന്നതാണ് ലിസിറ്റ് എന്ന് പറയുന്നത്, നിയമാനുസൃതം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവിന്റെ റോളിൽ നിന്നുകൊണ്ടേ അച്ഛന് ചെയ്യാൻ പറ്റൂ. അച്ഛനല്ലാതെ വൈദികനല്ല, പുരോഹിതനുമല്ല. അതുകൊണ്ടാണ്. ഇനി ഇവിടെ ഈ കത്തോലിക്ക സഭ വിട്ടുപോയിട്ടുള്ള ചിലർ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് കാൽവരിലെ ബലി അതിന്റെ ഒരു സീക്വല്, അതായത് ഒരു തുടർ കഥയാണ് സ്വർഗത്തിൽ നടക്കുന്നത്. ബലി കാൽവരിയിൽ തീർന്നു, സ്വർഗത്തിൽ മധ്യസ്ഥതയാണ്. അപ്പോൾ ബലി എന്നത് കാൽവരിയിലും പിന്നെ മധ്യസ്ഥത സ്വർഗത്തിലുമാണ് എന്നാണ് കത്തോലിക്ക സഭയിൽ വിട്ടുപോയിരിക്കുന്ന പലരും പറയുന്നത്. അങ്ങനെയല്ല ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായ ലേഖനമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയല്ല, ഒന്നിന്റെ തുടർച്ചയായിട്ടല്ല മറ്റത്. സ്വർഗത്തിലും ഭൂമിയിലും ഒരേ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കാൽവരിലെ ബലി അതൊരു മധ്യസ്ഥതയാണ്. ആ കാൽവരിലെ ബലി ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറയുന്നത് ഒരിക്കൽ ചരിത്രത്തില് എന്നേക്കുമായി സ്വർഗത്തില്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാൽവരിയിലെ അതേ രംഗം നമ്മൾ സ്വർഗത്തിൽ കാണുകയാണ്. വെളിപാട് പുസ്തകം 5-ാമത്തെ അധ്യായം. അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. അതുകൊണ്ട് നമുക്ക് കുർബാന കിട്ടുന്നത്. അതായത് അറക്കപ്പെട്ടു പോയി അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ, അവൻ എഴുന്നേറ്റ് നിന്നില്ലായിരുന്നെങ്കിൽ കുർബാനയും ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ കർത്താവ് ഈശോമിശിഹ കബറിടത്തിൽ നിന്നും മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് കുർബാന ഉണ്ടാകുമായിരുന്നില്ല. കുർബാന ഉണ്ടാകാൻ കാരണം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുതിയ ജനസിലുള്ള ഒരു ജീവനിലേക്ക്, മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ഒരു ജീവനിലേക്ക്, ജീവന്റെ ഒരു പുതിയ രൂപത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് ആ പുതിയ ജനസിലുള്ള ജീവനാണ് നമുക്ക് നൽകുന്നത്. ഗ്രീക്ക് അറിയുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണെന്ന് പറയുമ്പോൾ ബിയോസ് എന്നുള്ള വാക്കല്ല കർത്താവ് ഉപയോഗിക്കുന്നത്, മറിച്ച് സൊയെ എന്നാണ്. സൊയെ മരണത്തിന്റെയും അടികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനെയാണ് സൊയെ എന്ന് പറയുന്നത്. നമുക്ക് ഈ മരണത്തിനും പിന്നെ അഴികളിനും വിധേയമായ ജീവനാണ് ബിയോസ് അല്ലെങ്കിൽ ബയോളജി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ കർത്താവ് ബയോളജിക്കൽ ജീവൻ അതീതമായ സൊയെ എന്ന് ഗ്രീക്കിൽ വിളിക്കുന്ന അനശ്വര ജീവനിലേക്ക്
മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ല ജീവനിലേക്ക് കടന്നു പോയത് കൊണ്ടാണ് ആ ജീവൻ ഇപ്പൊ നമുക്ക് നൽകാൻ കർത്താവിന് കഴിയുന്നത്. അതുകൊണ്ട് ഈ കാൽവരിലെ ബലിയുടെ ഒരു തുടർക്കഥയല്ല സ്വർഗത്തിൽ നടക്കുന്നത്. കാൽവരിലെ ബലി അത് എന്നേക്കുമായി സ്വർഗത്തിൽ നിലനിൽക്കുകയാണ്. ബലിയും മധ്യസ്ഥതയും കാൽവരിയിലും സ്വർഗത്തിലും ഒരേ സമയം നിലനിൽക്കുകയാണ്. കാൽവരിയുടെ ബലിയുടെ തുടർക്കഥയായിട്ടല്ല സ്വർഗത്തിലെ മധ്യസ്ഥത. അവരങ്ങനെ പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് ഈ പൗരോഹിത്യമില്ല, പൗരോഹിത്യം നിഷേധിക്കണം, എന്നാൽ മെത്രാൻ സ്ഥാനം വേണം താനും. അവരുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലായോ? മെത്രാൻ സ്ഥാനം കാക്ഷിക്കുന്നവൻ ഇല്ലേ, നല്ല കാര്യമാണ് കാക്ഷിക്കുന്നത് പറയുകയും ചെയ്യും, എന്നാൽ പൗരോഹിത്യം പാടില്ലെന്നും പറയുകയും ചെയ്യും. ഇതെങ്ങനെയാണ് ശരിയാകുക? മെത്രാൻ പട്ടം എന്ന് പറഞ്ഞ പൗരോഹിത്യമല്ലേ? കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് 12 അപ്പസ്തലന്മാർ പുരോഹിതന്മാരെ വാഴിച്ച കാര്യം യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ ഇല്ലേ? അപ്പം ഏക മഹാപുരോഹിതൻ എന്ന വാക്ക് ഉപയോഗിച്ച് അവർ പൗരോഹിത്യം മുഴുവൻ നിഷേധിക്കുന്നു. ഏക മധ്യസ്ഥൻ എന്ന വാക്ക് ഉപയോഗിച്ച് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ നിഷേധിക്കുന്നു. ഏക സൃഷ്ടാവ് എന്നുള്ള വാദം വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യ സൃഷ്ടാക്കൾ അവർ നിഷേധിക്കാത്തത്? ഇരട്ടത്താപ്പകളുടെ ആശാന്മാരാണ് അവര്. കാരണം എന്താണ്? അവർക്ക് തിരുവചനത്തോടുള്ള സ്നേഹമല്ല, കത്തോലിക്ക സഭയോടുള്ള വെറുപ്പാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അതെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രിപ്പറേറ്ററി ഒരിക്കൽ ശുശ്രൂഷ മാത്രമായിട്ടേ, സ്നാപകന്റെ ശുശ്രൂഷ മാത്രമായിട്ട് ഞാൻ അവരെ കാണുന്നുള്ളൂ. അവർ മോശമെന്നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരണം. ഇപ്പൊ അവർ ചെയ്യുന്നത് സ്നാപയോഹനം ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളാണ്. അത് നല്ല കാര്യമാണ്. അവര് പിന്നെ ശരിക്കും മാമോദീസ സ്വീകരിച്ച് കർത്താവിന്റെ തുറക്കപ്പെട്ട പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടണം. അവിടെ നിന്നൊഴുകുന്ന ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും, അതായത് മാമോദീസയാലും വിശുദ്ധ കുർബാനയാലും തോമാസ് ലീഹ തുറക്കപ്പെട്ട പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ ഒട്ടിച്ച് ചേർക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾക്കത് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. ഈ പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളും പിന്നെ ദൈവസഭക്കാരും ഒക്കെ പറയുന്ന സംഗതിയാണ്. കാൽവരിലെ ബലി ഭൂതകാലത്തിൽ കഴിഞ്ഞു, ഇപ്പൊ സ്വർഗത്തിലെ മധ്യസ്ഥത മാത്രമേ ഉള്ളൂ, ബലിയില്ല. അതുകൊണ്ട് കത്തോലിക്കർ ചെയ്യുന്ന കാൽവരിലെ ബലി ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഭയങ്കര വലിയ വിഗ്രഹാരാധനയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. വാസ്തവത്തിൽ നമ്മൾ ബലി ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് ഒരിക്കൽ എന്നേക്കുമായി നിലനിൽക്കുന്നത്, ഒരിക്കൽ മതി അത്. പക്ഷെ അത് എന്നേക്കുമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് അത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് ആരാ? കർത്താവ് ശമിച്ചക തന്നെയാണ്. നിങ്ങൾ തന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞതും, നിങ്ങൾ എന്റെ മാംസം ഭക്ഷിക്കുന്നില്ലെങ്കിൽ, അത് പ്രതീകാത്മകമായിട്ടല്ല, യഥാർത്ഥത്തില് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവനില്ല എന്ന് പറഞ്ഞതും കർത്താവ് ശമിച്ചക തന്നെയാണ്. ആ ജീവൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ജീവനാണ് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. അത് വേണമെങ്കിൽ ഈ ജീവനിലേക്ക് പ്രവേശിച്ച ഒരേ ഒരാള് യേശുക്രിസ്തുവാണ്. വേറൊരു മതസ്ഥാപകനും മരിച്ചവന് ഉയർത്തെഴുന്നേൽക്കുകയോ ഈ പുതിയ ജനുസറുടെ ജീവനിലേക്ക് പ്രവേശിക്കുക ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആർക്കും കുർബാന ഉണ്ടാക്കാൻ പറ്റില്ല. കർത്താവ് യേശുവിന് മാത്രമേ പറ്റൂ. അവനത് ചെയ്തു. അവനെ സ്വീകരിച്ചാലേ നമുക്കും ഈ മരണത്തിന് അതീതമായ, അതായത് മരണത്തിന്റെയും അടകളുടെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇതുകൊണ്ടാണ് ക്രിസ്തുധർമ്മം മറ്റു മതങ്ങളെ പോലെയല്ല. ക്രിസ്തുധർമ്മം മറ്റു മതങ്ങളെ പോലെയല്ല. എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. രാഷ്ട്രീയക്കാർക്ക് എല്ലാ മതങ്ങളും വേണം. നമുക്കും നമ്മൾ മറ്റെല്ലാ മതങ്ങളുമായിട്ട് സഹവർത്തത്തിൽ ജീവിക്കേണ്ടതുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച എല്ലാ മതങ്ങളും ഒന്നല്ല. അങ്ങനെ പഠിപ്പിക്കാനും പാടില്ല. എല്ലാ മതങ്ങളും ഒന്നാണെങ്കിൽ ഒരു മതം മതിയല്ലോ. എല്ലാ മതങ്ങളും ഒന്നല്ല. ഓരോ മതത്തിനും അതിൻ്റെതായ ചില ഗുണങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ക്രിസ്തുധർമ്മം എന്ന് പറയുന്നത് വളരെ അതുല്യമാണ്, അദ്വിതീയമാണ്, മറ്റൊന്നുമായിട്ടും തുലനം ചെയ്യാൻ പറ്റാത്ത വിധം. കാരണം അവിടെ ഉള്ളവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് മരണത്തിന്റെയും അടികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക് കടക്കുകയും അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു, ഈ അനശ്വര ജീവൻ. ഇതാണ് ക്രിസ്തുവിന്റെ റോള്. അപ്പോ ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരുന്നത് ഈ കൂദാശയുടെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജിയുടെ ഒരു മുൻകൂട്ടിയുള്ള രുചിയാണ് വിശുദ്ധ കുർബാന എന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്വർഗീയ ലിറ്റർജിയുടെ മുൻകൂറായ രുചിയാണെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവരാരാണ്? സ്വർഗീയ സൈന്യങ്ങൾ മുഴുവൻ. അതിന് ഈ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ ഗംഭീരമായ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗീയ സൈന്യത്തിന്റെ സകല പോരാളികളുമൊത്ത് കർത്താവിന് നാം മഹത്വത്തിന്റെ കീർത്തനം ആലപിക്കുകയാണ്. സ്വർഗീയ സൈന്യത്തിന്റെ സകല പോരാളികളും, സ്വർഗീയ സൈന്യം. അതിൽ സ്വർഗീയ സൈന്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്. ഇതിനെയാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയണേ. അപ്പൊ നമ്മുടെ പള്ളിക്കകത്ത് 5 പേര് 10 പേരുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ 5 10 ഉള്ളായിരിക്കാം. പക്ഷേ
സ്വർഗീയ സൈന്യത്തിന്റെ മിരിയാഡ്സ് ഓഫ് ഏഞ്ചൽസ്, മില്യൺസ് ഓഫ് സെയിൻസ്, ഒരു മനുഷ്യനും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്രയധികം വിശുദ്ധരാണ് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ കാണിക്കുന്നത് സ്വർഗത്തില്. അപ്പം കത്തോലിക്ക സഭയില് കാനണൈസ് ചെയ്ത വിശുദ്ധരൻ വിളിക്കപ്പെട്ട 17,000 ചിലാനേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വിളിക്കപ്പെട്ട അനേകായിരം ഒരു മനുഷ്യനും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അധികം വിശുദ്ധരുണ്ടെന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത്. തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്ന് ഉറപ്പുള്ള ആളുകളെയാണ് നമ്മൾ കാനണൈസ് ചെയ്യുന്നത്. മറ്റുള്ളവരെ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു സഭ പ്രഖ്യാപിക്കുമ്പോൾ തെളിവ് വേണമല്ലോ. തെളിവില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ പ്രഖ്യാപിക്കാത്തത്. കോടാനുകോടി ആളുകളുണ്ടെന്നാണ് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ വിശുദ്ധരോടും സ്വർഗീയ സൈന്യങ്ങളായ മാലാഖമാരോടും ചേർന്നിട്ടാണ് നമ്മൾ സ്വർഗീയ ലിറ്റർജിയിൽ പങ്കെടുക്കണേ. നമ്മുടെ പ്രാർത്ഥന നോക്കി എത്രയോ പ്രാവശ്യമാണ് മാലാഖമാരെ, ശ്രാപ്പന്മാരെ, ക്രോവന്മാരെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇവർ മുഴുവൻ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് താനും. ഈ അങ്ങനെ ചെയ്യുമ്പോൾ അവരുമായൊരു കൂട്ടായ്മ, അവരുമായൊരു സഹവാസം, പിന്നെ അവർക്ക് ലഭിച്ച തേജസ്സിലൊരു പങ്ക്, മഹത്വത്തിലൊരു പങ്ക്, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് മാത്രമല്ല നമ്മൾ പങ്കെടുക്കുന്നത്. ദൈവമായതുകൊണ്ടും പുത്രൻ രക്ഷകനായതുകൊണ്ടും അവൻ ഏക മധ്യസ്ഥനായതുകൊണ്ടും അവൻ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ നമ്മുടെ ജീവനാണ് യേശു. അവൻ അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു, നമ്മുടെ ജീവൻ തന്നെയായ അവൻ പ്രത്യക്ഷപ്പെടുകയും നാം അവനോടൊപ്പം തേജസ്സിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് വരെ നാം അവനെ സർവാത്മന കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് തർജ്ജമ ചെയ്യാം, അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു എന്നും തർജ്ജമ ചെയ്യാം. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. യേശു ക്രിസ്തു സംഭവിച്ചത് എന്താണോ അതാണ് നമുക്ക് മരണത്തിന്റെയും അഴികളുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. യേശു ക്രിസ്തു എന്ത് സംഭവിച്ചുവോ അതാണ് നമ്മുടെ ജീവൻ. അപ്പൊ അവൻ നമ്മിലേക്ക് വന്നാലേ ഈ ജീവനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. സ്വർഗം നമ്മിലേക്ക് വന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ. അവൻ നമ്മിലേക്ക് കാലെടുത്ത് വെക്കണം. അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട്, മൂർത്തമായിട്ട്, കൗതാശികമായിട്ട് നമ്മിലേക്ക് അവൻ ചുവട് വെച്ച് കയറുന്നതാണ് കൂദാശകൾ, വിശേഷിച്ച് വിശുദ്ധ കുർബാന. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഞാൻ ചെറിയൊരു ദൈവശാസ്ത്രത്തിലേക്ക് പോകാതെ ഒരു പ്രായോഗികമായൊരു കാര്യം പറയാം. ഈ ലോകത്തിൽ നമുക്ക് ആരും സ്നേഹിക്കാനില്ലെന്ന് കരുതുക. ഒരാൾ നമ്മൾ സ്നേഹിക്കാനില്ല. ഈ ലോകം എത്ര ഇരുണ്ടമായിരിക്കും. നമ്മെ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിലോ, ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ, സത്യസന്ധമായി ആർജവത്വത്തോടെ സ്നേഹിക്കാൻ ഒരാളുണ്ടായാലോ ഈ ലോകം ഭയങ്കര വെളിച്ചമായിരിക്കും. നമ്മൾ പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ പാപത്തിനുള്ള ശിക്ഷയായ മരണശിക്ഷ അവൻ ഏറ്റെടുക്കുകയും നമ്മെ നീതിമാന്മാരെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അവൻ നമ്മെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ നമ്മൾ ചേർത്ത് പിടിക്കുന്നതാണ് ഈ കൂദാശ. അപ്പോൾ അവന്റെ ജീവൻ നമുക്ക് കിട്ടുന്നു. അവൻ അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം പ്രകാശമാണ്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയുന്നതും നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്നതും ഈ അർത്ഥത്തിൽ എത്രയോ ശരിയാണ്. സ്നേഹിക്കാൻ ആരൊക്കെ വിട്ടുപേക്ഷിച്ചാലും സ്നേഹിക്കാൻ അവനുണ്ട്. അതാണ് വെളിച്ചം, നമുക്കുള്ള വെളിച്ചം. ആരൊക്കെ എതിർത്താലും ഈ ലോകത്തിലെ സകല മനുഷ്യരെയും സ്നേഹിക്കാൻ നമ്മളുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണ്. മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടും. എത്രയോ സത്യമായ കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടും, അവനോടൊപ്പം നമ്മളും തേജസ്സിൽ പ്രത്യക്ഷപ്പെടും. ദോക്സ, മഹത്വം, തേജസ്. ആത്യന്തികമായിട്ട് എന്താണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? ദൈവത്തിന്റെ അതേ തേജസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കും. ദൈവത്തെ മുഖത്തോട് മുഖം കാണുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ് എന്താണോ ആ അതേ തേജസ്സാണ് നമ്മളെ ഏറ്റവും വലിയ പ്രത്യാശ. നമ്മൾ സ്വർഗത്തിൽ പോകും എന്നൊന്നല്ല ബൈബിള് പറയുന്നത്. മറിച്ച് ദൈവത്തിന്റെ തേജസ് എന്താണോ ആ തേജസ്സിൽ നമ്മൾ പങ്കുപറ്റും. അതൊരു ഗംഭീരമായ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനമാണ്, അവന്റെ വാക്കാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ് എന്താണോ, തേജസ് രക്ഷാകര സാന്നിധ്യത്തിന്റെ ഗാംഭീര്യം എന്നൊക്കെയാണ് അതിന് അർത്ഥം കൊടുക്കുന്നത്. ഈ ദോക്സ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് കബോദ് എന്നാണ് അതിന്റെ ഹീബ്രു വാക്ക്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഗാംഭീര്യം, ആ ഗാംഭീര്യത്തിൽ നമുക്ക് പങ്കു കിട്ടുകയാണ്. അത് ഇപ്പോഴേ കിട്ടുകയാണ് കൗതാശികമായിട്ട്. അതിൽ പൂർണ്ണമായും പങ്കു കിട്ടുന്നതാണ് സ്വർഗത്തില്. ഈ നമുക്ക് രക്ഷയുടെ ആദ്യ ഗഡുവായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയതാണ് 2 പ്രാവശ്യം പൗലോസിലേക്ക് എഴുതിയിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലുമുണ്ട്, എഫേസോസിലെ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയിരിക്കുന്നത് ആദ്യ ഗഡുവായിട്ടാണ്. ഫുൾ പേയ്മെന്റ് നടക്കുന്നത് സ്വർഗത്തിലാണ്. പക്ഷെ ഗ്യാരണ്ടി ആയിട്ട്, ജാമ്യത്തുകയായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു ഈ തേജത്തിന്റെ.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മലായിരിക്കുന്നവർക്ക് ഒരു തേജസ്സുണ്ട്. പരിശുദ്ധാത്മലല്ലാത്തവർ ഒരു ഇരുട്ടിലാണ് താനും. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. കർത്താവ് ഇങ്ങനെ കഴുതപ്പുറത്ത്, പിന്നെ കുറച്ചു നേരം കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് താനാണ് ശരിയായ രാജാവെന്നും താനാണ് ശരിയായ മഹാപുരോഹിതനായതുകൊണ്ട് ഈ ദേവാലയമല്ല, വിശ്വാസികളാകുന്ന ദേവാലയമാണ് വേണ്ടതെന്നും ആ വിശ്വാസികളാകുന്ന ദേവാലയം നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതാണ് ശരിയായ സ്വർഗീയ ദേവാലയത്തിന് പതിപ്പായ ഭൗമിക ദേവാലയമെന്നും പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഈ ഓശാന ഞായർ. അന്നേ ദിവസം തന്നെ ക്രിസ്തുവിന്റെ ഈ ആ റോള് മനസ്സിലാക്കിക്കൊണ്ട് ആ തേജസ്സിലേക്ക് കടക്കാനുള്ള പ്രത്യാശയോടുകൂടി സ്വർഗീയ സൈന്യങ്ങളായ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ദിവ്യബലിയിലും മറ്റ് കൂദാശകളിലും പങ്കെടുക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.